ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? വയസ്സായ ആളുകളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ അവർ പറയും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഈ സമയത്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്യരുത്. സന്ധ്യാവിളക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കരിന്തിരി കത്താൻ അനുവദിക്കരുത്, നേരത്തേക്ക് എടുത്തു വെക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയൂലേ. അതെന്തിനാണ് അവരങ്ങനെ പറയുന്നത്? നമുക്ക് നോക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം കേട്ടോ. രാത്രി നഖം മുറിക്കരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ കാലം പോലെയൊന്നുമല്ല പണ്ടുണ്ടായിരുന്നത്. പണ്ട് വീടുകളിലൊക്കെ മണ്ണെണ്ണ വിളക്കാണ് ഉണ്ടായിരുന്നത്, ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് രാത്രി നഖം മുറിക്കുമ്പോൾ കത്തി ഉപയോഗിച്ചായിരുന്നു അവർ നഖം മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇരുട്ടത്ത് കത്തി ഉപയോഗിച്ച് നഖം മുറിച്ചാൽ കൈ മുറിയാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് രാത്രി നഖം മുറിക്കരുത് എന്ന് പണ്ടുള്ളവർ പറയാൻ കാരണം. പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ കരിന്തിരി കത്തരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ? കരിന്തിരി കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് തുടങ്ങി പലവിധ വിഷവാതകങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് കരിന്തിരി കത്തിക്കരുതെന്ന് പറയുന്നത്. പിന്നെ കുറേ സംശയങ്ങൾ നമുക്കുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ ശവശരീരത്തിന് ചുറ്റും അരിയും നെല്ലൊക്കെ ഇടും. അതെന്തിനാണ്? പണ്ട് കാലങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ശവശരീരം കുഴിച്ചിടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉറുമ്പുകൾ അതിനടുത്ത് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിയും നെല്ലൊക്കെ വിതറുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ കുളിക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. അതെന്താണ് കാരണം? ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനത്തിന് വേണ്ടിയിട്ട് രക്തം കൂടുതൽ ഉദരം, കുടൽ എന്നീ ഭാഗങ്ങളിലേക്കാണ് ഒഴുകുന്നത്. കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ താപമനുസരിച്ച് രക്തചംക്രമണത്തിൽ മാറ്റം വരും. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം കുളിച്ചാൽ അത് ദഹന പ്രക്രിയയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പ്രായമായവർ പറയുന്നത് രാത്രി അരയ്ക്കരുതെന്ന് പറയാറുണ്ട്. എന്താണ് കാരണം? പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ഗ്രൈൻഡറോ മിക്സിയോ ഒന്നുമില്ല. അപ്പോൾ അരകല്ലിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ അരകല്ല് എവിടെ വയ്ക്കുക? അടുക്കളയ്ക്ക് പുറത്തല്ലേ വയ്ക്കുക. രാത്രി അരയ്ക്കുമ്പോൾ കൈകളിൽ ചതവ് പറ്റാനും പ്രാണികൾ അരയ്ക്കപ്പെടാനും സാധ്യതയുണ്ട്. വിഷമുള്ള ഇഴജന്തുക്കൾ ഉള്ള സ്ഥലങ്ങളിൽ അപകടം ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് രാത്രി അരയ്ക്കരുത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ കയ്യിൽ നോക്കി പ്രാർത്ഥിച്ച് ഭൂമിദേവിയെ വന്ദിച്ചതിന് ശേഷമേ എഴുന്നേൽക്കാവൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിന് ശാസ്ത്രീയമായ കാരണം എന്നറിയാമോ? കിടക്കുന്നതിൽ നിന്ന് നമ്മൾ നേരെ എഴുന്നേൽക്കുമ്പോൾ മസ്തിഷ്കത്തിലേക്കുള്ള രക്ത ഓട്ടം വളരെ കുറയുവാനും നമ്മൾ വീഴുവാനും സാധ്യതയുണ്ട്. കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം അത്രയും കുറയുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് രാവിലെ പോകുമ്പോൾ ആൽമരം ഉണ്ടെങ്കിൽ അതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന് റീസൺ? അതിന് കാരണം രാത്രിയിൽ വളരെയധികം ഓക്സിജൻ പുറത്തുവിടുന്ന മരങ്ങളിൽ ഒന്നാണ് ആൽമരം. ആൽമരത്തിന് ചുറ്റും രാവിലെ സമൃദ്ധിയായി ഓക്സിജൻ ഉണ്ടാകും. അതുകൊണ്ടാണ് രാവിലെ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണമെന്ന് പറയുന്നത്. വേഗത്തിൽ നടക്കുകയോ കൈവീശി നടക്കുകയോ കാറ്റടിക്കുകയോ ചെയ്യുമ്പോൾ ആൽമരത്തിന് അടിഭാഗത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. പ്രദക്ഷിണം കൈവീശാതെ സാവധാനത്തിൽ വേണം ചെയ്യാൻ. ഗർഭിണികൾ മലർന്നു കിടന്ന് ഉറങ്ങരുതെന്ന് പറയുന്നത് ശരിയാണോ? വയസ്സവരുള്ളവരുടെ എന്തായാലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അല്ലേ ഈ കാര്യം. എന്താണ് അതിന് കാരണം? ഭ്രൂണം വലുതാകുമ്പോൾ മലർന്നു കിടന്നുറങ്ങുന്ന ഗർഭിണിയുടെ അടിവയറ്റിലെ രക്തക്കുഴലുകളെ അമർത്തുകയും അത് ഭ്രൂണത്തിലേക്കുള്ള രക്ത ഓട്ടം കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകളെ അമർത്തുമ്പോൾ ഹൃദയത്തിലെത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയുകയും ഇത് ഗർഭിണിയുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഗർഭിണികൾ ഇടതുവശം ചെരിഞ്ഞ് കിടക്കണം എന്ന് പറയുന്നത്. അടുത്ത സംശയം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ കിടന്നുറങ്ങരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കുമ്പോൾ ഭക്ഷണം തികട്ടി വരുവാനും നെഞ്ചരിച്ചിലുണ്ടാകുവാനും സാധ്യതയുണ്ട്. വേനൽക്കാലം കഴിഞ്ഞ് ആദ്യത്തെ മഴയില്ലേ, പുതുമഴ, അത് കൊള്ളരുതെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇവയിൽ ബാക്ടീരിയയും വൈറസും ഒക്കെ ഉണ്ടാവും. പുതുമഴയിൽ ഇവയെല്ലാം വെള്ളത്തോടൊപ്പം ഭൂമിയിലേക്ക് പതിക്കും. അപ്പോൾ അതുമൂലം ആ മഴ നനയുമ്പോൾ അസുഖമുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പുതുമഴ പെയ്യുമ്പോൾ കൊള്ളരുതെന്ന് പറയുന്നത്.
സൂര്യഗ്രഹണ സമയത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ സൂര്യനെ നോക്കരുതെന്ന് പറയാറുണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നോ അത് നമുക്ക് നോക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ കണ്ണിന് ഹാനികരമാവുകയും കാഴ്ചശക്തിയെ അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ഇടാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഒരു അപേക്ഷ ഇവിടെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.